മാർക്കറ്റിലെ ജെയിന്റുകളാണ് എമ്പുരാൻ എന്ന സിനിമ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. അതിന്റെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇന്നേ ദിവസം എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ. നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ എമ്പുരാൻ എത്തിക്കുന്നത് AA ഫിലിംസ് ആണ്. നോർത്ത് ഇന്ത്യൻ ഡിസ്ട്രിബ്യൂട്ടറായി എത്തിയിരിക്കുന്നത് സാക്ഷാൽ അനിൽ തടാനി. നേരത്തെ അനിൽ തടാനിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. എമ്പുരാന്റെ ഡിസ്ട്രിബ്യൂഷൻ നോർത്ത് ഇന്ത്യയിൽ ഇവർക്ക് കൊടുക്കണം എന്ന രീതിയിൽ. സാക്ഷാൽ പൃഥ്വിരാജ് തന്നെ ഇതിന് മുൻകൈ എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പൃഥ്വിരാജിന് അനിൽ തടാനിയുമായി നല്ല ക്ലോസ് കണക്ഷൻ ഉണ്ട് എന്ന രീതിയിൽ നമ്മൾ അന്ന് സംസാരിച്ചിരുന്നു. എന്തായാലും പറഞ്ഞതുപോലെ എമ്പുരാൻ ടീം രണ്ടും കൽപ്പിച്ചാണ്. മാർക്കറ്റിലെ ജെയിന്റുകൾ തന്നെയാണ് എമ്പുരാൻ എന്ന സിനിമയെ ഓരോ സ്ഥലത്തും എത്തിക്കാൻ പോകുന്നത്. ഇതിന്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, ഇതിന്റെ വിവരം അറിയിച്ചുകൊണ്ട് പൃഥ്വിരാജ് തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തുകയും ഒരു പോസ്റ്റർ സഹിതം പങ്കുവയ്ക്കുകയും ചെയ്തു. നോർത്ത് ഇന്ത്യൻ ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ AA ഫിലിംസ് ആണെന്ന് അറിയിച്ചപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരു ഗംഭീര പോസ്റ്റർ കൂടി ഉണ്ടായിരുന്നു. മോഹൻലാലിന്റെ എമ്പുരാൻ ലുക്ക്. ഖുറേഷി എബ്രഹാമായി മാറിയ മോഹൻലാൽ ഒരു കസ്റ്റമൈസ് ഫോൺ പിടിച്ചു നിൽക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയത്. ഖുറേഷിക്ക് വരെ കസ്റ്റമൈസ് ഫോൺ എന്നത് അവർ പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ കസ്റ്റമൈസ് ഫോണിനപ്പുറം ഇതൊരു സാറ്റലൈറ്റ് ഫോൺ ആകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. എമ്പുരാനിലെ ഖുറേഷി ഏത് ലെവലാണെന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ പോസ്റ്ററിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എമ്പുരാൻ എന്ന സിനിമ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് അതിന്റെ ഗംഭീര റിലീസിന് വേണ്ടി ഒരുങ്ങുകയാണ്. എന്നാൽ എമ്പുരാൻ എന്ന സിനിമയ്ക്കുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അത് പറയാം. എമ്പുരാൻ എന്ന സിനിമയുടെ എല്ലാ പ്രതിസന്ധികളും മാറിയപ്പോൾ എമ്പുരാൻ കൂടുതൽ ഊർജ്ജസ്വലമായി മാറി. എമ്പുരാന്റെ പ്രൊമോഷനുകൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയയും ഓഫ്ലൈൻ മീഡിയകളും ഒക്കെ. അതിന്റെ മുന്നോടിയായി നമുക്ക് മുന്നിലേക്ക് പൃഥ്വിരാജും മോഹൻലാലും അടക്കുന്ന എമ്പുരാന്റെ ടീം പല അപ്ഡേറ്റുകളും കൊണ്ട് നിറയ്ക്കുകയാണ്. കേരളത്തിൽ മോഹൻലാൽ ഫാനുകൾ ഊർജ്ജസ്വലമായി. അവർ കേരളം ഫുള്ള് ലോക്കാകുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ലാതെ തന്നെ എമ്പുരാൻ ഫുൾ കേരളം ലോക്കാക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ ഫുള്ളും എമ്പുരാന്റെ കൈപ്പിടിയിലായി എന്നുള്ള വാർത്തകൾ അവർ നൽകുന്നുണ്ട്. എല്ലാ തിയേറ്ററുകളിലും എമ്പുരാൻ മാത്രം. അങ്ങനെ ഓരോ സ്ഥലങ്ങളും ഓരോ എഴുത്തും പരിശോധിച്ചാലും എമ്പുരാന്റെ വിളയാട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എമ്പുരാൻ എന്ന സിനിമ വാർത്താ മാധ്യമങ്ങളിൽ നിറയുന്നതായിരുന്നു. ഇത്രയും നാൾ എമ്പുരാന്റെ പോസ്റ്ററുകളോ മറ്റ് അപ്ഡേറ്റുകളോ ഒന്നും വന്നപ്പോൾ പോലും ഇത്രയും ഒരു ഇമ്പാക്ട് ഒരിടത്തും നമ്മൾ കണ്ടില്ല. പക്ഷേ എമ്പുരാൻ സിനിമയുടെ പ്രതിസന്ധി മറികടന്ന വിവരം വന്നപ്പോൾ അത് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു. ഗോകുലം ഗോപാലിന്റെ എൻട്രി കൂടി ആയപ്പോൾ വലിയ വാർത്തയായി മാറി. അത് ഓരോന്നും ഇഴകീറി പരിശോധിക്കുകയാണ് ഓരോ പ്രേക്ഷകനും. എന്തായിരുന്നു ആക്ച്വലി എമ്പുരാൻ സംഭവിച്ചത്? അഭ്യൂഹങ്ങൾക്കൊടുവിൽ എമ്പുരാന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായ തടസ്സങ്ങൾ നീങ്ങിയെന്ന വാർത്തകൾ വന്നിരുന്നു. എന്നിരുന്നാലും എന്താണ് സംഭവിച്ചതെന്ന് പലർക്കും അറിയായിരുന്നു. എന്നാൽ അവരെന്നും പറഞ്ഞില്ല. ആദ്യം ഫാൻസുകാരും കൂടാതെ പ്രമുഖ മൂവി അനലിസ്റ്റുകളും ഒക്കെയാണ് അത് ആദ്യം പറഞ്ഞത്. ഞങ്ങൾക്കെല്ലാം അറിയായിരുന്നു, പക്ഷേ അങ്ങനെ പറയാൻ ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു എന്ന രീതിയിൽ. ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നതിന് ശേഷം പറയാമെന്ന് വെച്ച കാര്യമാണ് എമ്പുരാന് പിന്നിൽ കഴിഞ്ഞ 2 ആഴ്ച എന്താണ് നടന്നത് എന്ന്. ബിസിനസ് പരമായ പ്രശ്നങ്ങളാണ് സിനിമ നേരിട്ടുകൊണ്ടിരുന്നത്. മലയാളത്തിന്റെ വാണിജ്യ മേഖലകളിൽ എല്ലാം റെക്കോർഡ് തുകയ്ക്കാണ് എമ്പുരാന്റെ ഓരോ ഡീലുകളും ഓഫർ വന്നത്. പലതും ക്ലോസ് ചെയ്തതും. എന്നാൽ പലതിനും ആന്റണി ലൈക്ക വലിയ റേറ്റ്സ് ആണ് ഡിമാൻഡ് ചെയ്തത്. നെഗോഷിയേഷൻ നീണ്ടുപോയതും. ഇതിൽ പ്രധാനമായും ലൈക്ക വീണ്ടും വീണ്ടും പല റേറ്റ്സും കൂട്ടിക്കൊണ്ടേ ഇരുന്നത് മുതൽ ആന്റണി ലൈക്ക തമ്മിൽ സ്വരച്ചേർച്ച വന്ന് തുടങ്ങി. ഡീൽ ക്ലോസ് ആവുന്നില്ല, സമയം പൊക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏറ്റവും വലിയ പ്രശ്നം വന്നത് OTT ഡീലാണ്. മലയാളത്തിലെ റെക്കോർഡ് തുകയ്ക്ക് OTT ഡീൽ ഉറപ്പിച്ച ആന്റണി എന്നാൽ അതിനേക്കാൾ മുകളിലുള്ള ഓഫറുമായി ഡീലേഴ്സ് വരുന്നു. എന്നാൽ തുടരും സിനിമ നേരിട്ട അതേ പ്രശ്നം തന്നെ വീണ്ടും സംഭവിക്കുന്നു. റിലീസ് ഒരാഴ്ച നീട്ടി ഏപ്രിൽ 3-ന് റിലീസ് ചെയ്യണം. അതിനനുസരിച്ച് മാത്രമേ അവർക്ക് OTT സ്ലോട്ട് സെറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ലൈക്കയ്ക്ക് പൂർണ്ണ സമ്മതം എന്നും പറഞ്ഞു. പക്ഷേ അവിടെ ആന്റണി എതിർത്തു. ആന്റണി മാസങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ സകല തിയേറ്ററുകളും മാർച്ച് 27-ന് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് വീക്കെൻഡ് ലക്ഷ്യം വെച്ചാണ് GCC റെക്കോർഡ് റൈറ്റ്സിന് പാർ ഫിലിംസ് എടുത്തിരിക്കുന്നത്. തിയേറ്ററിൽ നിന്നുള്ള വൻ കളക്ഷൻ ഒഴിവാക്കി ബിസിനസ് പിടിക്കാനുള്ള ലൈക്കയുടെ തീരുമാനത്തിനെ ആന്റണി പൂർണ്ണമായും എതിർത്തു. ലൈക്കയ്ക്ക് സിനിമയിൽ ഉള്ളത് 80 കോടി പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അവരുടെ വേറെയും പല ഡിമാൻഡ് സിനിമയുടെ സ്മൂത്ത് റിലീസിനെ ബാധിക്കുമെന്ന് കണ്ട ആന്റണി ഇവരെ രമ്യതയിൽ ഒഴിവാക്കാൻ തന്നെ തീരുമാനിക്കുന്നു. റിലീസിന് 2 ആഴ്ച ബാക്കി നിൽക്കെ പല വഴികളും ആന്റണി നോക്കിയെങ്കിലും അവസാനം മാർക്കറ്റ് ലീഡർ ഗോപാൽജി തന്നെ എത്തുന്നു. ഇതിൽ ഗോപാൽജി മാത്രമല്ല വേറെയും ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. പ്രൊഡക്ഷൻ കമ്പനി ശ്രീ ഗോകുലം മൂവീസ് വഴി. ഗോകുലം സിനിമ ലൈക്കയുടെ എല്ലാ റൈറ്റ്സും മേടിക്കുന്നു. ആന്റണിക്ക് മുന്നിൽ ഒരു ഡീലുകളും വയ്ക്കാതെ തന്നെ റിലീസ് തീയതി പോലും പ്രതിസന്ധി നേരിട്ടതുകൊണ്ട് ഒഫീഷ്യൽ പോസ്റ്റർ പോലും ഇതേ ദിവസങ്ങളിൽ പുറത്തുവിടാതിരുന്നത്. സിനിമയുടെ നിർമ്മാണ സമയത്തുള്ള പങ്കാളിത്തം മാത്രമാണ് ഇപ്പോൾ ലൈക്കയ്ക്ക് എമ്പുരാനിൽ ഉള്ളത്. സിനിമയിൽ അവരുടെ ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിലും നിലവിൽ ലൈക്കയ്ക്ക് സിനിമയിൽ ഒരു പങ്കാളിത്തവും ഇല്ല. ലോകമെമ്പാടും ആശീർവാദ് റിലീസ് തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കും. അവസാന നിമിഷം ഈ സിനിമ ഇങ്ങനെ പ്രതിസന്ധി നേരിട്ടപ്പോൾ ഒരുപക്ഷെ ആന്റണി അല്ലായിരുന്നു പ്രൊഡ്യൂസർ എങ്കിൽ സിനിമ ഒരുപക്ഷെ റിലീസ് നീട്ടിയേനെ. ഒരു രീതിയിൽ ഉപകാരമില്ലാതെ പോയ എന്നാൽ പ്രശ്നങ്ങൾ മാത്രം സമ്മാനിച്ച ഒരു എൻട്രി ആയിരുന്നു എമ്പുരാനിൽ ലൈക്ക പ്രൊഡക്ഷൻസ്. നിലവിൽ എന്തായാലും ചർച്ചകളിലൂടെ എല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. 3 പ്രൊഡക്ഷൻ ഹൗസിന്റെ അകമ്പടിയോടെ മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാൻ മാർച്ച് 27-ന് തിയേറ്ററുകളിൽ എത്തുന്നു. ഇതായിരുന്നു അണിയറയിൽ സംഭവിച്ച ആ വലിയ പ്രശ്നം. അതിനെ സോൾവ് ചെയ്ത രീതിയും ആന്റണി എടുത്ത ദൃഢനിശ്ചയവും അതിനെ ഹെൽപ്പ് ചെയ്യാനെത്തിയ ഗോകുലം ഗോപാലിനും ഒക്കെ കയ്യടി അർഹിക്കുകയാണ്. ലൈക്ക ഈ ചിത്രത്തിലൂടെ ഒരു ബിസിനസ് ആണ് ലക്ഷ്യമിട്ടത്. അല്ലാതെ സിനിമ ഇൻഡസ്ട്രിക്ക് വലിയ മുതൽക്കൂട്ട് സമ്മാനിക്കാനൊന്നുമല്ല അവർ എത്തിയത്. ആ ബിസിനസ് ലാഭത്തെക്കുറിച്ചാണ് അവർ കൂടുതലും ചിന്തിച്ചത്. എന്നാൽ ആന്റണി അങ്ങനെയല്ല. പറഞ്ഞ ഡേറ്റിൽ സിനിമ എത്തിക്കുക, അതിലൂടെ എങ്ങനെ ബിസിനസ് സാധ്യമാക്കാം എന്നതാണ് അവിടെ ചിന്തിക്കുന്നതും. അങ്ങനെ എല്ലാ
എല്ലാം റിസോൾവ് ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടാണ് പലരും പറഞ്ഞുകൊണ്ട് എത്തിയത്. എന്നാൽ കറക്റ്റ് സമയത്ത് തന്നെ എല്ലാം റിസോൾവ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ബാക്കി ഇനി പ്രേക്ഷകരാണ്. അവർ രണ്ടും കൽപ്പിച്ചാണ് ഇതിന്റെ പുറകിൽ നിൽക്കുന്നത്. ഫാൻസുകാരൊക്കെ അതിന്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞു. എങ്ങും ഗംഭീര ഡിമാൻഡാണ് എമ്പുരാന്. അതുപോലെ റെക്കോർഡ് തുകയ്ക്കുള്ള ഡീലുകളാണ് അണിയറയിൽ നടന്നിരിക്കുന്നത്. കൂടാതെ ടിക്കറ്റ് ഡിമാൻഡ് കൂടി എന്ന് നമ്മൾ പറയുന്നില്ല. ബുക്ക് മൈ ഷോയിൽ എമ്പുരാൻ എന്ന സിനിമയുടെ ഇൻട്രസ്റ്റ് 150K മറികടന്നു കഴിഞ്ഞു. ഇനി 200K ആണ് ലക്ഷ്യം. അതിലേക്ക് ഉടൻ തന്നെ എമ്പുരാൻ എത്തും. കാരണം എമ്പുരാൻ എന്ന സിനിമ മോളിവുഡ് മുഴുവൻ കാത്തിരിക്കുന്ന സിനിമയാണ്. അത് ലോകമെമ്പാടും സ്വീകരിക്കപ്പെടട്ടെ.